എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ചിക്കൻ സാലഡ്. വെജിറ്റബിളും ചിക്കനും എല്ലാം ചേർത്തിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സാലഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സാലഡ് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമ്മൾ ചിക്കൻ സാലഡാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ച് ഇതുപോലെ എല്ലാം അവിടെ നിന്ന് കുത്തി കൊടുക്കണം. രണ്ട് ബ്രസ്റ്റിലും മസാലയൊക്കെ നന്നായി ഇറങ്ങി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ജീര പൗഡറാണ്, ക്യുമിൻ പൗഡർ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പെപ്പർ പൗഡറാണ്. ഇനി നമുക്കിതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീരും കൂടി ഒന്ന് ചേർക്കാം. ഇനി നമുക്ക് മസാല രണ്ട് ഭാഗത്തും നന്നായി കൈവച്ച് തന്നെ പുരട്ടി യോജിപ്പിക്കാം. എന്നിട്ടൊരു 10 തൊട്ടിട്ട് 15 മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറൊക്കെ കഴിക്കേണ്ടവർക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ ചിക്കൻ സാലഡ്. അങ്ങനെ മസാലയൊക്കെ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. പാനിൽ എല്ലാ ഭാഗത്തേക്കും ഒലിവ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പുരട്ടിയ ചിക്കൻ ബ്രസ്റ്റാണ് വയ്ക്കുന്നത്. ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്കത് തിരിച്ചിടാം. ഇനി നമുക്ക് ചിക്കനെല്ലാം പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഞാനത് ചിക്കനെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ അല്പം വെജിറ്റബിൾസും കൂടി ചേർക്കാം. ബ്രക്കോളിയും അതുപോലെ തന്നെ ക്യാരറ്റുമാണ്. ബ്രക്കോളിയും ക്യാരറ്റും 1 മിനിറ്റ് നേരം ഉപ്പിട്ട വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറ് നഷ്ടപ്പെടില്ല, ഒരു ക്രഞ്ചി ഫീലിംഗ് കിട്ടുന്നതാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും സാലഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ അല്പം ഉപ്പിട്ടിട്ടുള്ള വെള്ളത്തിലാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഞാനൊരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ലെറ്റീസുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതെല്ലാം ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം സാലഡ് ബൗളിലേക്ക് ചേർക്കാം. ആദ്യം നമ്മൾ ചേർക്കുന്നത് 3 കളറുള്ള ക്യാപ്സിക്കമാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് കുക്കുംബറാണ്. ഞാനിപ്പോൾ സ്കിന്നോട് കൂടി തന്നെയാണ് കുക്കുംബർ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഒരു പകുതി സവാള ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലെറ്റ്യൂസാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബ്രക്കോളിയും അതുപോലെ തന്നെ ക്യാരറ്റുമാണ് ചേർക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സാലഡ് ഡ്രസ്സിംഗ് ആണ് തയ്യാറാക്കേണ്ടത്. സാലഡ് ഡ്രസ്സിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഗ്രീക്ക് യോഗട്ടാണ്. നിങ്ങളുടെ കയ്യിൽ പുളിയില്ലാത്ത തൈരുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഞാനൊരു 4 ടേബിൾ സ്പൂൺ യോഗട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഒലിവ് ഓയിലാണ്. ഇനി നമുക്കിതിലേക്ക് പെപ്പർ പൗഡർ ചേർക്കാം.
പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒറിഗാനോ ആണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് അരമുറി ചെറുനാരങ്ങ നീരാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് അല്പം ഹണിയാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സാലഡ് ഡ്രസ്സിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ളും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ സാലഡ് ഡ്രസ്സിംഗ് ഒക്കെ ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്കും ചിക്കനിലേക്കും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രസ്സിംഗ് നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് നന്നായി യോജിപ്പിച്ച് വയ്ക്കുക. വെജിറ്റബിൾസിലേക്കും അതുപോലെ ചിക്കനിലേക്കൊക്കെ നന്നായി ഡ്രസ്സിങ് മിക്സായി വരണം. അങ്ങനത്തെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ സാലഡാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.